ഞാൻ എന്താ സാറേ പറയേണ്ടത്? ഇതിന്റെ അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാ ഞാൻ. ലഹരിനെ കെടുതി അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാ ഞാൻ. ഈ ലോകത്തൊരമ്മയ്ക്ക് ഇന്നെപ്പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞങ്ങളെ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനും വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് ഇത്രയും കാലത്തെ ജീവിതം എല്ലാം ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിക്കാൻ പോകുന്നില്ല. അതത്രയും എനിക്ക് പറയുള്ളൂ, ഇതൊന്നും നിക്കാൻ പോകുന്നില്ല. ഇതുപോലെ എത്രയോ അമ്മമാര്. ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ 68 വയസ്സായ അമ്മയാണ്. അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം. അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എന്റെ അടുത്ത് വന്നത്. എനിക്കിവിടെ വേറെ ആരും ഇല്ല, എനിക്ക് ഇടയിൽ നടക്കാൻ വയ്യ. അപ്പൊ ഇറ്റിങ്ങൾക്കൊരു വെള്ളം തിളപ്പിച്ച് കൊടുക്കണ്ടേ വെച്ചിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മേൽ വെച്ചാൽ മതി. അത്രയും വയ്യ അമ്മയ്ക്ക്. എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്തിനാ പൈസ കൊടുക്കായിട്ട്. പിന്നെ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഓരോരുത്തരെങ്ങനെ വിളിക്കും. ഓന്റെ ആൾക്കാരൊക്കെ അങ്ങനെയാണോ അപ്പൊ ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കും. അപ്പൊ ഓന് ദേഷ്യം പിടിക്കും. കൈമ കിട്ടുന്ന എല്ലാം എടുത്ത് കൊടുക്കും. ഇങ്ങനെയൊന്നല്ല, കരി പോലെ ഇനിയൊക്കെ നിലത്ത് തീയിട്ടതാണ്. നിലത്ത് തുണിയിട്ട് തീയിട്ട് അൽമാരിയും തുണി എടുത്തിട്ട് ടൈൽസ് പൊട്ടിക്കുക, വാതില് ജനല്. ഇവിടെ ഒരു റൂമിനും കുറ്റിയും കൊടുത്തില്ല. ഈ ഒരു ഇതിന് മാത്രമേ കുറ്റിയും കൊടുത്തുള്ളൂ. ഒന്നുമില്ല, എല്ലാം പൊട്ടിച്ച്. ഞങ്ങൾ പേടിയെ പോണേ വാതിലൊക്കെ പൂട്ടാതെ പൂട്ടാൻ കഴിയില്ല. ഇപ്പൊ ഒരു 3 മാസമായിട്ട് ഓൻ വന്നിട്ട്. പക്ഷെ അപ്പൊ ഓൻ പച്ചപ്പൈ പാവായി ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ച് നന്നാ വേക്കും. ഞാൻ പറഞ്ഞു മോനെ ഞാൻ പൈസ തരാം, ഓരോ കേസിന്റെ സമയത്ത് ഈ പോയി ഹാജരാവ്, എന്നിട്ട് അത് കേസ് നടത്തി വക്കീലിന് നമുക്ക് കൊടുക്കാം, അതങ്ങ് നടത്തിക്കൊണ്ടല്ല കുറെ കേസില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അതാണ് അത് പറയുന്നത്, വീഡിയോ ഇതിൽ പറയുന്നു, വോയിസ് പറയുന്നത് ഞാൻ മാറ്റി പറയാം. ഞാൻ പറഞ്ഞു മോനെയാണ് എന്നെ ഈ കുടുങ്ങാത്ത രീതിയിൽ ഞാൻ മാറ്റി പറയാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് അവനോട്. കാരണം ഞാനൊരു അമ്മയല്ലേ, ഓനെ പ്രസവിച്ച അമ്മയല്ലേ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ